പോത്ത് ഷാജഹാനുള്ള വൈക്കോലും കഞ്ഞിൻ്റെ വെള്ളവും കൊടുക്കുന്നതാണ്. അപ്പോൾ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്കേ ഞാൻ എന്നോട് വർത്താനം പറയുള്ളൂ. എന്നെ വൈറ്റ് വാഷ് ചെയ്യാനോ എന്നെ വെളുപ്പിക്കാനോ ഒന്നും അതിന് ഞാൻ കിട്ടൂല. നിങ്ങൾ ഇവനെ എന്തൊക്കെ തെറിക്ക് വിളിച്ചോളി, അതൊന്നും കുഴപ്പമില്ല, ധൈര്യമായിട്ട് വിളിച്ചോളി. അവനൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. കാരണം നിങ്ങൾക്ക് വിട്ടു തരികയാണ്. നിങ്ങൾക്ക് നമ്മളെ ഈ ഷാജഹാന്റെ പോത്തിറച്ചി നിങ്ങൾക്ക് വിട്ടു തരികയാണ്. എല്ലാവരും എന്താ വെച്ചാൽ കാട്ടിക്കോളി. ഓക്കെ. അങ്ങനെ ഷാജഹാൻ എന്ത് ചെയ്തു, തന്തക്ക് വിളിച്ചിട്ടുള്ള വാപ്പ ഒരു വാപ്പയാണ്. വാപ്പാന്ന് വിളിച്ചോണ്ടൊന്നും വാപ്പയാവൂല. വാപ്പ ഈ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നല്ല നല്ല നാടകങ്ങൾ ഇതിന്റെ പിന്നിൽ ജനങ്ങൾ അറിയാത്ത കുറേ നാടകങ്ങളുണ്ട്. ഇതിലെ മേലെ എന്താ നാറാള്. ഈ പൈസ ഗൂഗിൾ പേയിൽ കൊടുക്കുന്ന ആളുകളൊക്കെ ഒരേ ആൾക്കാർക്ക് വികാരം. ഈ സംഭവം ഒക്കെ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇവിടത്തെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാമെന്ന ഏതോ ഒരു ചാരനാണ് അവനെന്നാണ് എന്റെ വിശ്വാസം. ഷാജഹാനെ അടുപ്പിക്കണ്ട, ഷാജഹാനെ ലൈവിൽ കയറ്റണ്ട. എൻ്റെ യൂട്യൂബിൽ ഫാമിലി ഓഡിയൻസ് ഉള്ളതാണ്. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളാന്ന് വിചാരിക്കല്ലേ. ഇജ്ജ് വെറുപ്പിക്കണ്ട. ഇജ്ജ് വെറുതെ ഇത്രയും ഒരു രാജ്യത്തിനെ മൊത്തം വർഗീയമായിട്ട് തീവ്രവാദ ലെവൽക്ക് കൊണ്ടുപോയിട്ട് ഇജോനെ വെറുതെ എൻ്റെ ലൈവിൽ കൊണ്ടുവന്ന് കാണണ്ട് വെറുതെ ഒലത്താ നിൽക്കണ്ടെന്ന് കുറേ ആൾക്കാർ. എൻ്റെ അടിയിലാണ് PSG ഗ്യാങ്ങിലേക്ക് നമ്മുടെ സ്വന്തം മണിമുത്ത് ശ്രീ നിഷാൻ പിയുടെ എൻട്രി. നിഷാൻ എന്നെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് നിഷാൻ എന്നോട് എന്താ പറഞ്ഞത്? എന്റെ പൊന്നു കുട്ട, ഒരു ഉപകാരം ചെയ്യണം. സോപ്പ് പതപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി. ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ യൂട്യൂബ് ലൈവില് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേരള ജനത മൊത്തം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവര് ഇവനെ പോയി തച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ ഏതൊരു മഞ്ചേരിയുള്ള ഒരു ചെക്കനെ ഫേക്കായിട്ട് അടി ഉണ്ടാക്കിയാണ്ട് കറുത്ത തുണിയും കറുത്ത കുപ്പായൊക്കെ ഇട്ടുകാണ്ട് എന്താ തല്ലുകൊള്ളുന്ന ഒരു സീൻ എടുത്തു എന്ന് പറഞ്ഞല്ലോ. നമ്മളെ രാജ്യത്തിന് ചെയ്ത സേവനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇസ്രായേലിനൊന്ന് വെളുപ്പിച്ചു എന്നുള്ള രീതിയിലൊരു വർത്താനം പറഞ്ഞു. അതെന്ത് ചെയ്തു, നിഷാൻ എടുത്തിട്ട് അതൊരു കണ്ടന്റ് ആക്കി മാറ്റി. പച്ചവെള്ളം പോലും കിട്ടാതെ പട്ടിണി കടന്ന് ചാവുമ്പോ രണ്ട് മക്കള് ഫ്രണ്ടില് ബാക്കിൽ നിന്ന് കയറി വന്നിട്ട് കൈ കാണിച്ചപ്പോ ഞാൻ വണ്ടി സൈഡാക്കി കൊടുത്തു. സൈഡാക്കിയപ്പോ തന്നെ ബാക്കിലുള്ള ആള് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടിന്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് സൈഡ് ഒക്കെ എന്തോ സാധനം കൊണ്ട് അടിച്ച് പൊട്ടിച്ച് മൊത്തത്തില്. ഞാൻ സോഷ്യൽ മീഡിയയിലും വീഡിയോയിലും എല്ലാം നിർത്തുകയാണ്. ഭയങ്കര പ്ലാനഡ് ആണ്. പ്ലാനഡ് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മള് ബമ്പ ഹൈപ്പില് നമ്മൾ സെറ്റ് ആവും. പറ്റുന്നില്ല, കാരണം എനിക്ക് ഫാമിലി ആയിട്ടൊന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല. കാറിൽ നിന്നാണ്ട് അവന്റെ ബാപ്പാക്ക് വിളിക്കണ ഒരു സീൻ ഉണ്ട്. ഇനി വാപ്പ ഒരു വാപ്പയാണ്. വാപ്പാന്ന് വിളിച്ചോണ്ടൊന്നും വാപ്പയാവൂല. വാപ്പ ഒരു വീഡിയോ കോള്, അതായത് ചെറുക്കനെ നമുക്കായി ചോദിക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് അതിന്റെ തൊട്ട് ബാപ്പാക്ക് വിളിച്ചാണ് ഞങ്ങളിങ്ങനെ വിളിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടോ? വാപ്പാനെ പോലത്തെ വാപ്പയാണ് വാപ്പ. അത് ഞാൻ ബാപ്പാക്ക് ഈ സ്ക്രിപ്റ്റ് അറിയോ എന്നുള്ളതൊന്ന് നോക്കാൻ വേണ്ടിട്ട് ചെക്ക് ചെയ്താട്ടെ. അപ്പൊ ബാപ്പാക്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. നല്ല വാപ്പ. ഇത് അയപ്പിച്ച ആൾ തന്നെ എന്ത് ചെയ്യാണ്, നിഷാനാണ്. ഇതെന്തത്? അതായത് ഓനിപ്പോ ഏതായാലും പെട്ടു. ഓന്റെ വീട്ടുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സംഭവമായിട്ടാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായത്. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോ തന്നെ മനസ്സിലായി. അങ്ങോട്ടാണെങ്കിൽ പോകാനും പറ്റാത്ത അവസ്ഥ. ഇപ്പൊ ഇജിനോട് തെറ്റിയ കുയിന്തട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്നോട് ആദ്യമേ പറഞ്ഞേ, ഇന്നത്തെ ലൈവ് എന്ന് പറയണത് എന്റെ ജീവിതത്തിൽ എനിക്ക് എനിക്കുതുമ്പോ പ്രശ്നമുണ്ട്. സങ്കടം കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും ഒരു ഗ്ലാസ് മോര് താടാ, എന്റെ ഈ കെട്ടൊന്ന് ഇറങ്ങട്ടെ. വെച്ചാല് ഞാൻ ഫേക്കായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. നോണ പറയണ്ട ഷാജാനെ. ഇല്ല സർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്. 100% സൽസ്വഭാവി. ഒരു മിനിറ്റ്, ഫേക്കായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇതാണെന്നുള്ള ഞാൻ പറയണമെന്ന് കേൾക്ക്. ഒരു മുൻകരുതൽ എനിക്കില്ല. പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പളൊക്കെ മനസ്സിലായോ? ഞാൻ കരുന്നായി. ഇത് മറന്നു പോരുത് കേട്ടാ. പിന്നെ ആയിക്കോളും. എന്താടാ മോനെ നിന്റെ സങ്കടം? പിന്നെന്താ ഞാൻ എത്രയും വലിയ നായ ചൂടാവണേ. PSG ഗ്യാങ് പൊന്തും കരുതിയിട്ട് അവന്റെ ഒപ്പം കൂടിയിട്ട് കാര്യമില്ല.
ഒപ്പിട്ടിട്ട് പൊക്കോ. നീ ഒന്ന് ആലോചിച്ച് നോക്കടാ. ഇവൻ ഈ പറഞ്ഞ ഇവന്റെ ഈ ഒരു നിലപാടിനോട് ബാക്കി കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളാണ് സംസാരിക്കേണ്ടത്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.